ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി. SD നഗർ ഭാഗത്താണ് പുലിയെ കണ്ടത്. തേയിലത്തോട്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന പുലിയെ പ്രദേശവാസികളാണ് കണ്ടത്. ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, എന്താണ് നിലവിലെ സാഹചര്യം? പ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഡൈമുക്ക് മേഖലയിലുള്ളത്. പ്രധാനമായും ഈ പുലി സ്ഥിരമായി ഈ ജനവാസ മേഖലയിലേക്ക് പുലി എത്തുന്നു, അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 ദിവസമായി ഇത്തരത്തിൽ ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ അടുപ്പിച്ച് 3 ദിവസം ഈ മേഖലയിൽ പുലിയെ ആളുകൾ നേരിട്ട് കാണുകയും ചെയ്തു. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ ഈ പുലി തേയിലക്കാടിന് സമീപത്ത് കൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പകർത്തിയത്. ഈ പുലി ആളുകളെ കണ്ടതോടുകൂടി ഏറെ നേരം ആ തേയിലക്കാടിനുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് തിരികെ ഈ തേയിലക്കാടിനുള്ളിലൂടെ തൊട്ടടുത്തുള്ള ഒരു കാടിനുള്ളിലേക്ക് കയറിപ്പോയത്. HML എസ്റ്റേറ്റിന്റെ ഭാഗമായ പ്രദേശമാണ് ഈ പുലി ഉള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൃഷി ചെയ്യാതെ നിരവധി ഇടങ്ങൾ ഇത്തരത്തിൽ ഈ വലിയ കാട് പിടിച്ച് വനസമാനമായി കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെയാണ് ഈ പുലി ഉള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു പുലിയല്ല, ഒരു പുലിക്കൂട്ടം തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ബിജു എന്ന വ്യക്തി ഈ പുലിയെ കാണുമ്പോൾ ഒരു തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ബന്ധുവീട്ടിൽ പോയിട്ട് മടങ്ങി വരും വഴി അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലൂടെ ഈ പുലിയും കുഞ്ഞുങ്ങളും റോഡ് മുറിച്ച് കടക്കുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ സുനിൽകുമാർ എന്ന് പറയുന്നയാളും ഈ ഒരു പുലിയെ കാണുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഈ പുലിയുടേതായ കാൽപ്പാടുകളോ മറ്റോ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല. ശേഷമാണ് ഇവർ ഈ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2 ഇടങ്ങളിലായി ക്യാമറ സ്ഥാപിച്ചത്. ഇതിനുശേഷം നിലവിൽ ഇപ്പോൾ ഈ ഒരു പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യമായ പരിശോധന മേഖലയിൽ നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ ക്യാമറ പരിശോധിക്കേണ്ടതായുണ്ട്. ഈ ക്യാമറ പരിശോധിച്ച് പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ കൂട് വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഇത്തരത്തിൽ പുലിയെ കൂട് വെച്ച് പിടികൂടി കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം 3 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആളുകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ ഈ ജനവാസ മേഖലയോട് ചേർന്ന് ഈ പുലിയും കുഞ്ഞുങ്ങളും എത്തിയാൽ, ആരെങ്കിലും ഈ പുലിയുടെ സമീപത്ത് എത്തിയാൽ ഇത് അക്രമാസക്തനാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ അടിയന്തരമായി കൂട് വെച്ച് പിടികൂടി കൊണ്ടുപോകണം, ഈ കുഞ്ഞുങ്ങളെയും പിടികൂടണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഡൈമുക്ക് മേഖലയിലെത്തി ഈ ജനങ്ങളുടെ ആശങ്ക നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരുന്നു. ഇതിനുശേഷം വനംവകുപ്പ് കൃത്യമായ നിരീക്ഷണവും ആ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ പരിശോധനകൾ നടത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.